ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രോമോ പ്രകാരം ഒരു ടാസ്ക് ഇന്ന് നടക്കുന്നുണ്ട്. എവിക്ഷൻ റിലേറ്റഡ് ടാസ്ക് ആണ്. അപ്പൊ ആ ഒരു ടാസ്കിൽ നിന്നും പരാജയപ്പെട്ടിട്ടാണ് ഒരു മത്സരാർത്ഥി ഹൗസിന് പുറത്തേക്കും പോകുന്നത്. ഇത് കണ്ടിട്ട് മറ്റേ നോ എവിക്ഷൻ ഉടായ്പായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പ്രേക്ഷക പ്രതി പ്രകാരം യു ആർ എവിക്റ്റഡ് എന്ന് ലാലേട്ടൻ ഈ ഒരു പ്രോമോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഒരാളും കൂടി ഹൗസിന് പുറത്തേക്ക് പോകും. എല്ലാവരുടെയും തലയുടെ മുകളിൽ എന്തോ ഒരു മൊട്ടത്തോട് പോലത്തെ ഒരു സംഭവമൊക്കെ കാണാൻ കേട്ടോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമായിട്ട് തോന്നി. ഇന്ന് ലാലേട്ടൻ അവരെ കൊണ്ട് എന്തെങ്കിലും ഗെയിം കളിപ്പിക്കുന്നതായിരിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. നമ്മുടെ അനീഷിന്റെ തലയിലുണ്ട്, ഷാരികയുടെ തലയിലുണ്ട്, മൊട്ടത്തോട് പോലത്തെ ഒരു സംഭവം ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഒരു എവിക്ഷൻ റിലേറ്റഡ് ടാസ്കിൽ നിന്നും പുറത്താവുന്നത് ഷാരികയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഷാരികയാണ് എവിക്റ്റ് ആവുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. എത്രമാത്രം ശരിയാണ് എന്നറിയില്ല. പക്ഷെ ഷാരികയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് രണ്ടാമതായിട്ട് വിട പറയാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. ഷാരികയാണ് എവിക്റ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി അൺഫെയർ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം കമ്പാരിറ്റീവ്ലി അവിടെ ഇരിക്കുന്ന രേണുസുതിയെക്കാട്ടിലും അല്ലെങ്കിൽ ശൈത്യനെക്കാട്ടിലും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഷാരിക. അപ്പോ ഷാരിക അല്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ശൈത്യോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഷാരികയാണെങ്കിൽ അൺഫെയർ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.